ഹായ് ഈ വീഡിയോയിൽ നമ്മൾ എഞ്ചിനീയറിംഗ് എക്സാംസിന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. ആദ്യം നമുക്ക് രണ്ട് സിമ്പിൾ ക്വസ്റ്റ്യൻ നിന്ന് തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സപ്പോസ് എക്സ് ഫോളോസ് പോസോൺ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ എക്സ് എന്ന റാൻഡം വേരിയബിൾ പോസോൺ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഫോളോ ചെയ്യുന്നതെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. നമുക്കൊരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻസ് ആദ്യം എഴുതാം. എക്സ് എന്ന് പറയുന്നത് ഫോളോസ് പോസോൺ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ എന്ന് പറയുന്നത് ലാംഡയാണ്. നമുക്കറിയാം പോസോൺ ഡിസ്ട്രിബ്യൂഷന്റെ പി എം എഫ് എന്ന് പറയുന്നത് സ്മോൾ പി ഓഫ് എക്സ്. അത് തന്നെയാണ് എന്ത് ക്യാപിറ്റൽ പി ഓഫ് ക്യാപിറ്റൽ എക്സ് ഇസ് ഈക്വൽ ടു സ്മോൾ എക്സ്. ഇതെല്ലാം സെയിം തന്നെയാണ്. സോ അടുത്ത നമ്മുടെ പി എം എഫ് എന്ന് പറയുന്നത് ലാംഡ റേസ് ടു എക്സ് ഇ റേസ് ടു മൈനസ് ലാംഡ ബൈ എക്സ് ഫാക്ടോറിയൽ ആണ്. ഫോർ ദ വാല്യൂസ് എക്സ് ഇസ് ഈക്വൽ ടു 0, 1, 2 എക്സെട്ര. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ നമുക്ക് ഇവിടെ എഴുതാം. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 ഇസ് ഈക്വൽ ടു 2/3 പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 എന്ന് പറയുമ്പോൾ ഈ 2 എന്താണ് സ്മോൾ എക്സ് ആണ്. അപ്പോൾ നമുക്ക് പി എം എഫിൽ ഇതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താലോ? ലാംഡയുടെ വാല്യൂ നമുക്ക് അറിയില്ല. അപ്പോൾ ലാംഡനെ അതുപോലെ തന്നെ എഴുതാം. ലാംഡ റേസ് ടു സ്മോൾ എക്സിന്റെ സ്ഥാനത്ത് നമുക്ക് 2 ഇട്ട് കൊടുക്കാം. ഇ റേസ് ടു മൈനസ് ലാംഡ ബൈ എക്സ് ഫാക്ടോറിയലിന് പകരം 2 ഫാക്ടോറിയൽ ഈക്വൽ ടു ആർ എച്ച് എസിൽ എന്താണ് വരിക? 2/3. ഇനി പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ നമ്മൾ സ്മോൾ എക്സിന് 1 ഇട്ട് കൊടുക്കുക. അപ്പോൾ ലാംഡ റേസ് ടു 1 ഇ റേസ് ടു മൈനസ് ലാംഡ ബൈ 1 ഫാക്ടോറിയൽ എന്ന് വരും. സോ എൽ എച്ച് എസ് ആർ എച്ച് എസ് നോക്കിയാൽ നമുക്ക് ഇവിടെ ക്യാൻസൽ ചെയ്യാനായിട്ട് കുറച്ച് ടേംസ് ഉണ്ട്. ഇ റേസ് ടു മൈനസ് ലാംഡനെ ക്യാൻസൽ ചെയ്യാം. ഇവിടെ ഒരു ലാംഡ ഉണ്ട്, ഇവിടെ ലാംഡ സ്ക്വയർ ഉണ്ട്. സോ അതിൽ നിന്ന് ഒരു ലാംഡനെ നമുക്കങ്ങ് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഇനി ബാക്കിയുള്ളത് എന്താണ്? ലാംഡ ബൈ 2 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 2 × 1 ഈക്വൽ ടു 2/3 എന്നാണ് നമുക്ക് കിട്ടുന്നത്. അതായത് ലാംഡയുടെ വാല്യൂ എന്ന് പറയുന്നത് 2/3 × 2. അതായത് 4/3 ആണ് നമുക്ക് ലാംഡയുടെ വാല്യൂ കിട്ടുന്നത്. അതിനെ നമുക്ക് 1.33 എന്ന് തൽക്കാലം എഴുതാം. അപ്പോൾ നമുക്ക് ലാംഡയുടെ വാല്യൂ കിട്ടി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പ്രോബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3 ആണ്. അപ്പോൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3 എന്ന് പറയുമ്പോൾ നമുക്ക് ലാംഡ റേസ് ടു എക്സ് സ്മോൾ എക്സിന്റെ സ്ഥാനത്ത് നമ്മൾ 3 ഇട്ട് കൊടുക്കുക. ഇ റേസ് ടു മൈനസ് ലാംഡ ബൈ എക്സ് ഫാക്ടോറിയൽ എന്ന് പറയുന്നത് ഇവിടെ 3 ഫാക്ടോറിയൽ ആണ്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു ലാംഡ എന്ന് പറയുന്നത് 1.33 ആണ്. അപ്പം ഈ ലാംഡയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു നമുക്ക് ക്വസ്റ്റ്യനിൽ ആ കണ്ടീഷൻ തന്നിരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ 1.33 ഹോൾ റേസ് ടു 3 ഇ റേസ് ടു മൈനസ് ലാംഡയ്ക്ക് ഇ റേസ് ടു മൈനസ് 1.33 ഹോൾ ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 3 × 2 × 1 ആണ്. സോ ഇതിനെ നമുക്ക് സോൾവ് ചെയ്യുമ്പോഴത്തേക്കും ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 0.1037 എന്ന് കിട്ടും. സോ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. അവിടെ നമുക്കൊരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. ആ കണ്ടീഷനിൽ നിന്ന് നമ്മൾ ലാംഡ കണ്ടുപിടിച്ച ശേഷം ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആയ പ്രോബബിലിറ്റി ഓഫ് 0 കണ്ടുപിടിക്കും. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയേ. അവിടെയും എക്സ് എന്ന് പറയുന്നത് പോസോൺ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഫോളോ ചെയ്യുന്നതെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യേണ്ട പി എം എഫിന്റെ ഫോർമുല എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ലാംഡ റേസ് ടു എക്സ് ഇ റേസ് ടു മൈനസ് ലാംഡ ബൈ എക്സ് ഫാക്ടോറിയൽ തന്നെയാണ്. ഇതിവിടെ എഴുതാം. പി ഓഫ് എക്സ് എന്ന് പറയുന്നത് പോസോൺ ഡിസ്ട്രിബ്യൂഷൻ ആയതുകൊണ്ട് ലാംഡ റേസ് ടു എക്സ് ഇ റേസ് ടു മൈനസ് ലാംഡ ബൈ എക്സ് ഫാക്ടോറിയൽ തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. പക്ഷെ നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ എന്താണ്? പ്രോബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 ബൈ പ്രോബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത് 3 ആണെന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2വിനെ നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റും? ലാംഡ റേസ് ടു സ്മോൾ എക്സിന് പകരം നമുക്ക് 2 കൊടുക്കുന്നു. ഇ റേസ് ടു മൈനസ് ലാംഡ ബൈ 2 ഫാക്ടോറിയൽ ദ ഹോൾ ഡിവൈഡഡ് ബൈ ഇനി എന്താണുള്ളത്? പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 ഉണ്ട്. അതായത് സ്മോൾ എക്സിന് ഇനി 1 കൊടുക്കുക. അപ്പോൾ ലാംഡ റേസ് ടു 1 ഇ റേസ് ടു മൈനസ് ലാംഡ ബൈ 1 ഫാക്ടോറിയൽ ഈക്വൽ ടു 3 എന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ സെയിം സാധനത്തിനെ ഞാൻ ഇങ്ങനെ എഴുതാണ്. ലാംഡ സ്ക്വയർ ഇ റേസ് ടു മൈനസ് ലാംഡ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 1 ഫാക്ടോറിയൽ ബൈ ലാംഡ ഇ റേസ് ടു മൈനസ് ലാംഡ ഈക്വൽ ടു 3. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് സാധനങ്ങളെ ക്യാൻസൽ ചെയ്ത് കളയാം. ഇ റേസ് ടു മൈനസ് ലാംഡ, അതുപോലെ ഇവിടെ ഒരു ലാംഡ, ഇവിടെ ഒരു ലാംഡ സ്ക്വയർ ഉണ്ട്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് കിട്ടിയിരിക്കുന്നത് ലാംഡ ബൈ 2 ഫാക്ടോറിയൽ, അതായത് ലാംഡ ബൈ 2 ഇസ് ഈക്വൽ ടു 3 എന്നാണ്. അതായത് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ലാംഡ ഇസ് ഈക്വൽ ടു 3 × 2, അതായത് 6 എന്നാണ് നമുക്ക് ലാംഡയുടെ വാല്യൂ കിട്ടിയത്. അപ്പോൾ ലാംഡയുടെ വാല്യൂ കിട്ടി. ഇനി നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് കണ്ടുപിടിക്കാം? നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്ന പി ഓഫ് 0 ആണ്. പി ഓഫ് 0 കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഫോർമുലയിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പി ഓഫ് 0 ആണ്. അതായത് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 ആണ് നമുക്ക് വേണ്ടുന്നത്. അപ്പോൾ നമ്മളിവിടെ എന്ത് ഇട്ട് കൊടുക്കും? ലാംഡ റേസ് ടു 0 ഇ റേസ് ടു മൈനസ് ലാംഡ ബൈ 0 ഫാക്ടോറിയൽ എന്നിട്ട് കൊടുത്താൽ മതി. നമ്മൾ പറഞ്ഞു അപ്പോൾ നമുക്ക് ലാംഡയുടെ വാല്യൂ എത്ര കിട്ടിയത്? 6 ആണ്. അപ്പോൾ 6 റേസ് ടു 0 ഇ റേസ് ടു മൈനസ് 6 ബൈ 0 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. അതായത് ഇ റേസ് ടു മൈനസ് 6 ആണ് ഇവിടെ വരുന്നത്.
ഇ റേസ് ടു മൈനസ് 6ന്റെ വാല്യൂ എന്ന് പറയുന്നത് 0.00247 ആണ്. സോ ഇങ്ങനെയാണ് ഈ രണ്ട് ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്യുന്നത്. ലാംഡയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കണ്ടീഷൻസ് തന്നിട്ടുണ്ടാവും. അതിൽ നിന്ന് ലാംഡ കണ്ടുപിടിച്ച ശേഷം നമ്മളോട് ചോദിച്ചിരിക്കുന്ന പ്രോബബിലിറ്റി ഫോർമുല യൂസ് ചെയ്ത് കണ്ടുപിടിച്ചാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. എ ബോക്സ് കണ്ടെയ്ൻസ് 100 സെൽ ഫോൺസ് 20 ഓഫ് വിച്ച് ആർ ഡിഫക്റ്റീവ് 10 സെൽ ഫോൺസ് ആർ സെലക്ടഡ് ഫോർ ഇൻസ്പെക്ഷൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് പ്രോബബിലിറ്റീസ് ആണ് കണ്ടുപിടിക്കാനായിട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ബോക്സിൽ 100 സെൽ ഫോൺ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ 100 എണ്ണത്തിൽ 20 എണ്ണം ഡിഫക്റ്റീവ് ആണെന്നും പറയുന്നുണ്ട്. നമ്മൾ ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് 10 സെൽ ഫോൺ ആണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻസ് എഴുതാം. നമ്മൾ എത്ര സെൽ ഫോൺസ് ആണ് ഇൻസ്പെക്ഷന് വേണ്ടി സെലക്ട് ചെയ്യുന്നത്? 10 ആണ്. സോ നമ്മുടെ എന്നിന്റെ വാല്യൂ എന്ന് പറയുന്നത് 10 ആണ്. ഇനി നമുക്കറിയാം സ്മോൾ പി അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് സക്സസ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടില്ല. പക്ഷെ നമുക്ക് എന്താണ് തന്നിട്ടുള്ളത്? 100 സെൽ ഫോൺസ് ഉള്ള ബോക്സിൽ 20 എണ്ണം ഡിഫക്റ്റീവ് ആയിരിക്കുമെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതായത് സ്മോൾ പി കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് 20/100 ചെയ്താൽ മതി. അപ്പോൾ 0.2 എന്നാണ് കിട്ടുക. അപ്പോൾ ഇവിടെ നോക്കിക്കേ, എന്നിന്റെ വാല്യൂ എന്ന് പറയുന്നത് 10 ആണ്, സ്മോൾ പി എന്ന് പറയുന്നത് 0.2 ആണ്. സോ ഇവിടെ എന്നിന്റെ വാല്യൂ ഒരുപാട് ലാർജ് അല്ല. അതുപോലെ പ്രോബബിലിറ്റി ഓഫ് സക്സസ് എന്ന് പറയുന്നത് 0.2 ആണ്. 0.02 0.002 ഒന്നും അല്ല. അപ്പോൾ ഇവിടെ നമുക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ PMF യൂസ് ചെയ്താൽ മതി പ്രോബബിലിറ്റി കണ്ടുപിടിക്കാനായി. അപ്പോൾ എന്നിന്റെയും പിന്റെയും വാല്യൂ നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? പ്രോബബിലിറ്റീസ് ഓരോന്നായിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അറ്റ്ലീസ്റ്റ് 1 സെൽ ഫോൺ ഇസ് ഡിഫക്റ്റീവ്. അതായത് നമുക്ക് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണ് നമുക്ക് വേണ്ടുന്നത്. അറ്റ്ലീസ്റ്റ് 1 ആണ്. അപ്പോൾ 1ഉം അതിൽ നിന്നും മുകളിലോട്ടുള്ള വാല്യൂസും നമുക്ക് വേണം. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ നമുക്ക് 2x is equal to 2x equal to 3 ഇങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് പാടാ എല്ലാത്തിന്റെയും കൂടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? എളുപ്പം എന്ന് പറയുന്നത് 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 1 ആണ് അല്ലേ? അപ്പോൾ നമുക്കറിയാം ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? PMF എന്ന് പറയുന്നത് NCX P raised to x Q raised to n minus x ആണ്. അപ്പോൾ സ്മോൾ പി നമുക്ക് കിട്ടി 0.2 ആണ്. അപ്പോൾ സ്മോൾ ക്യൂ എന്ന് പറയുന്നത് 1 മൈനസ് പി. അപ്പോൾ 1 മൈനസ് 0.2 0.8 എന്ന് നമുക്ക് കിട്ടും. അതും കൂടി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചേക്കുക. ഇനി നമുക്ക് ഈ ഇക്വേഷൻ എന്താണ് റീറൈറ്റ് ചെയ്യാൻ പറ്റുക? 1 മൈനസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 0 മാത്രമേ വരത്തുള്ളൂ. കാരണം 1ന്റെ താഴെ ഏത് മാത്രമേ ഉള്ളൂ? x is equal to 0 മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ടാണ് 1 മൈനസ് പി ഓഫ് എക്സ് is equal to 0 എന്ന് വന്നത്. അപ്പോൾ നമ്മുടെ പി ഓഫ് 0 എന്ന് പറയുന്നത് നമ്മുടെ PMF ഇട്ട് കൊടുക്കുമ്പോൾ, അതായത് സ്മോൾ എക്സിന് 0 ഇട്ട് കൊടുത്താൽ മതി. എന്നിന്റെ വാല്യൂ നമുക്കറിയാം 10 ആണ്. സോ 10 C0 0.2 the whole raised to 0 0.8 the whole raised to 10 minus 0. അതായത് നമ്മുടെ ഈ PMF നമ്മൾ സ്മോൾ എക്സിന് 0 ഇട്ട് കൊടുത്തു, എന്നിന് 10 ഇട്ട് കൊടുത്തു, അത്രേ ചെയ്തിട്ടുള്ളൂ. അതുപോലെ സ്മോൾ പിക്ക് 0.2ഉം ക്യൂവിന് 0.8 ഇട്ട് കൊടുത്തു. അപ്പോൾ ഇതിനെ നമുക്ക് സോൾവ് ചെയ്ത് വരുമ്പോഴത്തേക്കും പി ഓഫ് 0 എന്ന് പറയുന്നത് എത്രയാണ് കിട്ടുന്നത്? പി ഓഫ് 0 എന്ന് പറയുന്നത് നമുക്ക് സോൾവ് ചെയ്ത് വരുമ്പോൾ 0.8 the whole raised to 10 എന്നാണ് കിട്ടുന്നത്. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0.1074 എന്നാണ്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരുന്നു. അപ്പോൾ നമ്മുടെ ഫോർമുല 1 മൈനസ് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 ആയിരുന്നു. അതായത് 1 മൈനസ് 0.1074. ഇതിനെ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 0.8926 എന്നാണ്. നമ്മളോട് സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അറ്റ്മോസ്റ്റ് 3 സെൽ ഫോൺസ് ആർ ഡിഫക്റ്റീവ്. അറ്റ്മോസ്റ്റ് 3 എന്ന് പറയുമ്പോൾ പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3, അതായത് മാക്സിമം 3 വരാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ ഏതൊക്കെ വാല്യൂസ് ആണ് വരേണ്ടത്? പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 0 വരും, അതുപോലെ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 വരും, പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 ആൻഡ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3. ഇത് ഇത്രയും നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു, 0.1074 ആണെന്ന്. ഇനി നമുക്ക് എക്സ് ഈക്വൽ ടു 1 വേണം, 2 വേണം, 3 വേണം. അപ്പോൾ നമുക്ക് അത് ഓരോന്നായിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത് സ്മോൾ എക്സിന്റെ സ്ഥാനത്ത് എന്തിട്ട് കൊടുക്കുക? 1 ഇട്ട് കൊടുത്താൽ മതി. n എന്ന് പറയുന്നത് 10 ആണെന്ന് നമുക്ക് കിട്ടി. പിന്നെ സ്മോൾ പിയുടെയും സ്മോൾ ക്യൂവിന്റെയും വാല്യൂ നമുക്ക് അറിയാം. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ PMF ഇട്ട് കൊടുത്തേ. അപ്പോൾ എന്താ വരിക? 10C1 0.2 the whole raised to 1 0.8 the whole raised to 10 minus 1 എന്നാണ് വരിക. 10C1നെ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. 10 ഫാക്ടോറിയൽ ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു 10 മൈനസ് 1 ഫാക്ടോറിയൽ. ബാക്കിയുള്ളത് അതുപോലെ എഴുതാണ്. 0.2 0.8 the whole raised to 9. അതായത്
10 ഫാക്ടോറിയൽ ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു 9 ഫാക്ടോറിയൽ എന്ന് വരും ഇൻറ്റു 0.2 അതുപോലെ എഴുതാം 0.8നെയും 0.8 ഹോൾ റേസ് ടു 9 ഞാൻ അതുപോലെ എഴുതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 10 ഫാക്ടോറിയലും ഉണ്ട് 9 ഫാക്ടോറിയലും ഉണ്ട് അല്ലേ? അപ്പോൾ 10 ഫാക്ടോറിയലിനെ ഞാൻ ഇങ്ങനെ എഴുതാം 10 ഇൻറ്റു 9 ഫാക്ടോറിയൽ എന്ന് എഴുതാലോ. ബൈ 1 ഫാക്ടോറിയൽ 1 ആണ്, സോ അതിനെ അതുപോലെ തന്നെ ഇട്ടേക്കാം 9 ഫാക്ടോറിയൽ ഇൻറ്റു ബാക്കിയുള്ളതിനെ ഞാൻ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഈ 9 ഫാക്ടോറിയൽ ഈ 9 ഫാക്ടോറിയൽ കട്ടായി പോകും. പിന്നെ എന്താണുള്ളത് 10 ഇൻറ്റു 0.2 ഇൻറ്റു 0.8 ദി ഹോൾ റേസ് ടു 9 എന്നാണ് നമുക്ക് കിട്ടുന്നത്. സോ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0.2684 ആണ്. ഇനി നമുക്ക് പ്രോബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 ഇതുപോലെ തന്നെ കണ്ടുപിടിക്കാം. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? സ്മോൾ എക്സിന്റെ സ്ഥാനത്ത് 2 ഇട്ട് കൊടുക്കുക, എൻ്റെ സ്ഥാനത്ത് 10 ഇട്ട് കൊടുക്കുക. പി എന്ന് പറയുന്നത് 0.2 ആണ്, ക്യൂ എന്ന് പറയുന്നത് 0.8 ആണ്. സോ നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത് 10C2 0.2 ദി ഹോൾ റേസ് ടു 2 0.8 ദി ഹോൾ റേസ് ടു 10-2, അതായത് 8 എന്ന് ഡയറക്റ്റ് എഴുതുകയാണ്. ഇതിനെ സോൾവ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 0.3020 എന്ന് കിട്ടും. ഇതുപോലെ തന്നെ നമുക്ക് എന്തും കൂടെ കണ്ടുപിടിക്കാം, പ്രോബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3. അപ്പോൾ അതിനെ നമ്മൾ PMF-ൽ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 0.2013 ആണ്. അപ്പോൾ എല്ലാ വാല്യൂസും നമുക്ക് കിട്ടി. ഇനി പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3, അതായത് സെക്കൻഡ് പാർട്ടിന്റെ ആൻസർ ഡയറക്റ്റ് ആയിട്ട് ഈ 4 വാല്യൂസ് എക്സ് ഇസ് ഈക്വൽ ടു 1ന്റെയും 0യുടെയും 2ന്റെയും 3യുടെയും എല്ലാം കൂടി ആഡ് ചെയ്താൽ മതി. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഈക്വൽ ടു 3 എന്ന് പറയുന്നത് 0.1074 പ്ലസ് 0.2684 പ്ലസ് 0.3020 പ്ലസ് 0.2013. ഇത് ഇത്രയും കൂടെ നമ്മൾ ആഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആൻസർ കിട്ടുന്നത് 0.8791 എന്നാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് പാർട്ടിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. സി പാർട്ടിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നൺ ഓഫ് ദി സെൽഫോൺസ് ആർ ഡിഫക്റ്റീവ്, അതായത് ഒരു സെൽഫോൺസും ഡിഫക്റ്റീവ് ആവാതിരിക്കാനുള്ള പ്രോബിലിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 ആണ് നമുക്ക് വേണ്ടുന്നത്. അപ്പോൾ അത് ഓൾറെഡി നമ്മൾ ഈ പാർട്ടിൽ കണ്ടുപിടിച്ചു, പ്രോബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0. അത് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ എഴുതി വയ്ക്കാം 0.1074. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉള്ളൂ. ഈ പാർട്ട് എന്ന് പറയുന്നത് ഓൾ ഓഫ് ദെം ആർ ഡിഫക്റ്റീവ്, അതായത് നമ്മൾ മൊത്തം ഇൻസ്പെക്ഷന് വേണ്ടി 10 സെൽഫോൺസ് ആണ് സെലക്ട് ചെയ്തത്. ഇതെല്ലാം തന്നെ ഡിഫക്റ്റീവ് ആവാനുള്ള പ്രോബിലിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 10 ആണ് നമുക്ക് വേണ്ടുന്നത്. സോ അതിനെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് PMF-ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്താണ് വരിക? 10C10 0.2 ദി ഹോൾ റേസ് ടു 10 0.8 ദി ഹോൾ റേസ് ടു 10-10, അതായത് 0 എന്ന് വരും. സോ ഇതിനെ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ ലാസ്റ്റ് 0.2 ദി ഹോൾ റേസ് ടു 10 മാത്രമാണ് വരിക. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇച്ചിരി വലുതാണ്, 1.024 ഇൻറ്റു 10 റേസ് ടു -7 എന്നാണ് കിട്ടുന്നത്. സോ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം എക്സാംസിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇത് നോക്കി വെച്ചോളുക. ഇതെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.